Hello friends, welcome to CC Plus. So, ഇവിടെ ചിലരൊക്കെ ഓൾറെഡി ഹായ് ഒക്കെ ഇട്ടിട്ടുണ്ട്, റോസ്, ജിജി. സോ വെൽക്കം ടു CC Plus once again. അപ്പം ക്ലാസ് 10 സ്റ്റുഡൻസ് സ്റ്റഡി ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങിയോ? ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്, റൈറ്റ്? സോ അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് യു, ഓക്കെ, കുറച്ച് പേരെങ്കിലും, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ തോന്നുമായിരിക്കും കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയായിരുന്നെങ്കിലൊക്കെ നല്ലതായിരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. ഇനിയുള്ള സമയം മൊത്തം നിങ്ങൾ stay focused. You can still do whatever you aim to do or you plan to do. Okay, consistent ആവുന്ന എപ്പോഴും നല്ലതാണ്. പക്ഷെ അതല്ലാതെ ഇപ്പം ഇനിയുള്ള സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ സ്റ്റേ ഫോക്കസ്ഡ്, ഡു വാട്ട് യു ക്യാൻ. സോ ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രാമർ പോർഷൻ ആണ്. ഓക്കെ, സോ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 മാർക്സിനാണ് വരുന്നത്. ഇനി ഒരു കാര്യം ഗ്രാമറിനെ കുറിച്ച് പറയാനുള്ളത്, ഇറ്റ് ഈസ് നിങ്ങൾക്ക് ഷുവറായിട്ട് 10 മാർക്കെങ്കിൽ 10 മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതാണ് ഇഫ് യു ആർ വെൽ പ്രിപ്പയർഡ്. ഓക്കെ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സും റൂൾസും ഒക്കെ ഗ്രാമറിൻ്റെ അറിയാമെങ്കിൽ എന്തായാലും 10 മാർക്ക് കിട്ടും. ബാക്കി പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ചെറിയ മാർക്ക് പോവും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് ഓഫ് ഗ്രാമർ. ദാറ്റ്സ് നോട്ട് വിത്ത് ദ കേസ് ഓഫ് ഗ്രാമർ. Grammar, if you are well thorough with whatever rules you need to study, then you have got it. You will nail it. Okay, for sure. അപ്പം നിങ്ങളുടെ ഗ്രാമറിൻ്റെ പോർഷൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഗ്രാമർ ടോപ്പിക്സ്? നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഡിറ്റർമിനേഴ്സ് ഉണ്ട്, ടെൻസസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് വിൽ ബി ദെയർ അറ്റ്ലീസ്റ്റ് ഫോർ 10 മാർക്സ്. അപ്പം നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക്, സമയമൊന്നും കളയാതെ നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പോൾ എന്താണ് ഡിറ്റർമിനേഴ്സ്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഒരു വർഷം മൊത്തം പഠിച്ചതാണ്, അതിൽ കൂടുതൽ പഠിച്ചതാണ്, റൈറ്റ്? ഫ്രം ദ ടൈം യു സ്റ്റാർട്ടഡ് യുവർ സ്കൂളിംഗ്, അല്ലെങ്കിൽ ഒരു 3rd സ്റ്റാൻഡേർഡ് തൊട്ട് നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും ഡിറ്റർമിനേഴ്സ് എന്താ? അവർ നൗൺസിൻ്റെ മുമ്പ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ഹൗ മെനി, ഹൂസ്, വിച്ച് വൺ, ഏത്, എത്ര, ആരുടെ. ഓക്കെ, ഈ 3 സിഗ്നിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് 3 സിഗ്നൽ ചെയ്യാൻ കാണിക്കുന്ന ഒരു വാക്കാണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ ലിമിറ്റ് ഓർ ക്ലാരിഫൈ ദ മീനിങ് ഓഫ് എ നൗൺ. ഓക്കെ, ഒരു നൗണിൻ്റെ മീനിങ് നിങ്ങൾക്ക് വേണ്ടി ഡിറ്റർമിൻ ചെയ്യും അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പം അഡ്ജക്റ്റീവും, ഓക്കെ, അഡ്ജക്റ്റീവും ഡിറ്റർമിനറും ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അഡ്ജക്റ്റീവ് ഓൾസോ കൈൻഡ് ഓഫ് classifies, but determiners are everything that adjective is except for it does not qualify the noun. Nounine qualify ചെയ്യത്തില്ല. ഓക്കെ, സോ ക്വാളിറ്റി പറയുന്ന ഒക്കെ അഡ്ജക്റ്റീവ് ആണ്, അതല്ലാതെ ബാക്കിയെല്ലാം can be a determiner as well. So a determiner limits or specifies a noun. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ determiner and adjective. Whereas adjectiveന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാളിറ്റി, സൈസ്, കളർ, ക്വാളിറ്റി, സൈസ്, കളർ ആൻഡ് ഓർ നേച്ചർ ഓഫ് എ നൗൺ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആഡ്ജക്റ്റീവ്. സോ അതാണ് ഡിറ്റർമിനേഴ്സും ആഡ്ജക്റ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് വിച്ച് വൺ, ഹൗ മെനി, ഹൂസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആഡ്ജക്റ്റീവ്സ് ഓൾസോ ഇൻക്ലൂഡ് സൈസ്, കളർ ആൻഡ് സോ ഓൺ, നേച്ചർ ഓഫ് എ നൗൺ ആൻഡ് സോ ഓൺ. അപ്പം ദിസ് സ്റ്റുഡൻറ്റ് ഇസ് ആബ്സെൻറ്റ്. ഓക്കെ, ദിസ് സ്റ്റുഡൻറ്റ് ഇസ് ആബ്സെൻറ്റ്. അവിടെ ദിസ് ഇസ് എ ഡിറ്റർമിനർ. ഓക്കെ, ഏത് സ്റ്റുഡൻ്റ് ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ അത് ഡിറ്റർമിനറാണ്. ഓക്കെ, ദ ആബ്സെൻറ്റ് സ്റ്റുഡൻറ്റ് വാസ് മാർക്ക്ഡ് ലേറ്റ്. ഓക്കെ, ആബ്സെൻറ്റ് സ്റ്റുഡൻറ്റ്. അപ്പം സ്റ്റുഡൻറ്റ് എന്നൊരു നൗണിനെ, ഓക്കെ, യുവർ ക്വാളിഫൈങ്, ഓക്കെ, യുവർ ടെല്ലിങ് ദാറ്റ് സ്റ്റുഡൻറ്റ് ഓർ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. ആബ്സെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ദ ആബ്സെൻറ്റ് സ്റ്റുഡൻറ്റ് വാസ് മാർക്ക്ഡ് ലേറ്റ്. അവിടെ അത് adjective ആണ്. ഇറ്റ്സ് ആൻ adjective there. It describes the state of the student. Okay, so that is a determiner. Now determiners come before adjectives and cannot be graded, but adjectives can be graded. Okay, നമുക്കൊരു ഗ്രേഡ് ഇടാൻ പറ്റും adjectivesന്. Okay, more എന്നുള്ള ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. Now types of determiners. Types of determiners ഏതൊക്കെയാണ്? അതിൽ ആദ്യം വരുന്ന ആർട്ടിക്കിൾസ് ആണ്. Okay, articles can be classified as a type of determiner. ആർട്ടിക്കിൾസ് വരുന്ന ഏതാണ്? ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഓക്കെ, ആൻഡ് ഒക്കെ നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് എന്ന് പറയാം. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. സോ ആർട്ടിക്കിൾസ് കം അണ്ടർ ഡിറ്റർമിനേഴ്സ്. ദെൻ യു ഹാവ് ഡെമോൺസ്ട്രേറ്റീവ്സ്. ഓക്കെ, ഡിറ്റർമിനേഴ്സിൽ നിങ്ങൾക്ക് ഉള്ളതാണ് ഡെമോൺസ്ട്രേറ്റീവ്സ്. ദാറ്റ് ഇസ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ദിസ് ബുക്ക്, ദാറ്റ് ബുക്ക്. ഓക്കെ, ദോസ് സ്റ്റുഡൻസ്. ഓക്കെ, ദീസ് സ്റ്റുഡൻസ്. പിന്നെ പൊസസീവ്സ്, മൈ, യോർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദിയർ. ഇതെല്ലാം
possessive determiners ആണ്. Okay, ഇനി mine എന്ന് പറയുന്നത് that book is mine, അത് pronoun ആയിരിക്കും. Okay, it won't be a determiner. So possessives in determiners are my, your book, his, pen, her, its, ours, theirs. Okay, our, theirs. ഇതാണ് possessives in determiners. പിന്നെ quantifiers ഉണ്ട്. Okay, എത്ര, some, any, much, many, few, several, ഇതെല്ലാം quantifiers ആണ്. Okay, എത്ര ക്വാണ്ടിറ്റി എന്ന് സിഗ്നൽ ചെയ്യുന്നത്. Then you have numbers 1, 2, first, second. Okay, number ordinals. You have ordinals of first, second and so on, and even cardinals 1, 2. Okay, അപ്പോൾ നമ്പേഴ്സും ഡിറ്റർമിനേഴ്സിൻ്റെ കൂടെ വരും. സോ ഇതെല്ലാം നമുക്കൊന്ന് ഫേം ആക്കി നമ്മുടെ മനസ്സിൽ വരുത്താൻ വേണ്ടിയിട്ട് we'll go with certain exercises. Okay, കുറച്ച് questions നമുക്ക് സോൾവ് ചെയ്യാം. So that is the best way. Okay, by solving more and more grammar questions, that's the best way that a concept, okay, can be well fed into your mind. So that's the best way to prepare as of now. Okay, ഇപ്പം നിങ്ങൾക്ക് അധികം സമയമില്ലാത്തപ്പം ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നോക്കുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There is dash water left in the bottle. There is dash water left in the bottle. ഓപ്ഷൻസ് നോക്കാം. few ആണോ, little ആണോ, a few ആണോ, many ആണോ? few ആണോ, little ആണോ, a few ആണോ, many ആണോ? അവിടെ ഉണ്ടോ? പിള്ളേരൊക്കെ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ പറയാ. ഓക്കെ, സോ വാട്ട് ഇസ് ദി ആൻസർ? there is dash water left in the bottle. ക്വാണ്ടിഫയർ ആണ്, ഡിറ്റർമിനേഴ്സിൽ തന്നെ ക്വാണ്ടിഫയർ ആണ് ആൻസർ. അപ്പൊ എന്തായിരിക്കും ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഫ്യൂ ആണോ, ലിറ്റിൽ ആണോ, എ ഫ്യൂ ആണോ, മെനി ആണോ? യെസ്, ഓക്കെ. അപ്പം കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ വിൽ ബി, ഓക്കെ, ഒരാൾ ഒരു ഓപ്ഷൻ ഫ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫ്യൂ അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഫ്യൂ? there is few water left in the bottle എന്ന് വരുമോ? few is often put before countable. ജിജി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലിറ്റിൽ, യെസ്. എന്തായാലും ഞാൻ ആൻസർ പറഞ്ഞു പോയി. എനിവേ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തുടർച്ചയായും വേണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫ്യൂ എന്ന് പറയുന്നത് ഇറ്റ് കംസ് ബിഫോർ കൗണ്ടബിൾ. ഓക്കെ, കൗണ്ടബിൾ. ഇവിടെ ഇപ്പം വാട്ടർ ഇസ് അൺകൗണ്ടബിൾ, റൈറ്റ്? സോ ഇറ്റ് ഹാസ് ടു ബി ലിറ്റിൽ. ഓക്കെ, ലിറ്റിൽ എന്നുള്ള വാക്കാണ് അവിടെ വരേണ്ടത്. there is little water left in the bottle. ഓപ്ഷൻ സിയിൽ നിന്ന് നിങ്ങൾക്ക് ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദി ബോട്ടിൽ. So the right answer will be little. All right. So let's move on to the next question. Dash of the two answers is correct. Okay, dash of the two answers is correct. ഇനി ഇത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബോത്ത് ആണോ, ഓപ്ഷൻ ബി ഐദർ ആണോ, ഓപ്ഷൻ സി ഈച്ച് ആണോ, ഓപ്ഷൻ ഡി ഫ്യൂ ആണോ? Dash of the two answers is correct. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം. കൺഫ്യൂഷൻ വരുമ്പോഴെല്ലാം ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലൂ കാണും. ഓൾ റൈറ്റ്, ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലൂ കാണും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കണം. ഓൾ റൈറ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ഇപ്പോഴാണ് വന്നത്. ഓക്കെ, യെസ്, ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരോ? കുറച്ചുകൂടെ പേർക്കൊക്കെ ആൻസർ തരാം. യെസ്, ഓക്കെ, നെക്സ്റ്റ് ആൻസർ ഒരാളോട് ആൻസർ തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ജിജി പറയുന്നു ബോത്ത്. ബാക്കിയുള്ളവർ ഒരാൾ ഈച്ച് എന്ന് പറഞ്ഞു, മറ്റേ ഐദർ എന്ന് പറയുന്നു. ബോത്ത് of the two answers is correct. അങ്ങനെ ഒരു യൂസേജ് കറക്റ്റ് ആണോ? is it right? both എന്ന് വരുമ്പോൾ ഒന്നി കൂടുതൽ ഉണ്ട്. but here you have is, right? you have is. so is it each or either? each ആണോ either ആണോ? which is the right answer? is it each or either? okay, സുപ്രിയ പറഞ്ഞിട്ടുണ്ട് each എന്നാണെന്ന്. okay, yes,
Gen-Z either. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈച്ചും ഐദറിലും ഉള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യെസ്, സോ ഐ തിങ്ക് ദ ബെറ്റർ ഓപ്ഷൻ, ഓക്കെ, ഐദറും ഈച്ചും തമ്മിൽ വരുവാണെങ്കിൽ ദ ബെറ്റർ ഓപ്ഷൻ വിൽ ബി ഐദർ. ഓക്കെ, ഈച്ച് ഓഫ് ദ ടു ആൻസേഴ്സ് ഇസ് കറക്റ്റ് എന്ന് പറയുമ്പം അങ്ങനെ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുമോ? മോസ്റ്റ്ലി ഇൻ പ്രാക്ടിക്കൽ യൂസേജ് യു ഡോണ്ട് ഈച്ച് ഓഫ് ദ ടു ആൻസേഴ്സ് ഇസ് കറക്റ്റ് എന്ന് പറയാറില്ല. ഐദർ ഈ രണ്ട് ആൻസറിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബോത്ത് ദി ആൻസേഴ്സ് ആർ കറക്റ്റ് എന്ന് നിങ്ങൾ പറയും. ഓക്കെ, സോ ദി ബെറ്റർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, വിച്ച് ഇസ് either. Okay, which is either. Now let's move on to the next question. Let's move on to the next question. He was appointed dash headmaster of the school. He was appointed dash headmaster of the school. Appo it's based on articles. Okay, based on articles. So option A, option A, option B, and option C, the, option D, no article. Which is the correct answer? Option A ആണോ, option B ആണോ, option C ആണോ, option D ആണോ? Which is no article. Which is the right answer? He was appointed dash headmaster of the school. Okay, ഒരാൾ അത് എന്ന് പറഞ്ഞു. Yes, the right is yes. Johanna, yes. Gen-Z, the, okay. Okay. ആരെങ്കിലും ഇനി ആൻസേഴ്സ് പറയാനുണ്ടോ? Okay, no article. രണ്ടുപേരും no article. Option C, the, okay. The, Supriya, the. Yes, ഇനി ആരെങ്കിലും ഉണ്ടോ ആൻസേഴ്സ് പറയാൻ? Okay, so the best way to write that answer was he was appointed as the headmaster of the school ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. He was appointed as the headmaster of the school. ഇനി ഈ ഓപ്ഷൻസിൽ ഐ ഡോണ്ട് തിങ്ക് എനി വൺ ഇസ് കറക്റ്റ്. സോ അതൊരു എറർ ആണ്. ഓക്കെ, ഇറ്റ്സ് എൻ എറർ. സോ ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി ഹെഡ് മാസ്റ്റർ ഓഫ് ദി സ്കൂൾ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഷുക്ക് ഡാഷ് ഹെഡ് ഇൻ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ ഹർ ആണോ, ഓപ്ഷൻ ബി ദ ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ ആണോ? ഷീ ഷുക്ക് ഡാഷ് ഹെഡ് ഇൻ disappointment. She shook dash head in disappointment. Option A, her, option B, the, option C, option D, no article. Which is the right answer? പെട്ടെന്ന് വരട്ടെ ആൻസേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, യെസ്, ഇതെല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു വിത്തൗട്ട് ഡൗട്ട്, റൈറ്റ്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഷീ ഷുക്ക് ഹർ ഹെഡ് ഇൻ ഡിസപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഏതാണ് പൊസസീവ് ഡിറ്റർമിനർ ആണ് അല്ലേ? ഷീ ഷുക്ക് ഹർ ഹെഡ്, പൊസസീവ് ഡിറ്റർമിനർ. ഓക്കെ, വെരി ഗുഡ് ദീപ്ത. ഓക്കെ, ഷീ ഷുക്ക് ഹർ ഹെഡ് ഇൻ ഡിസപ്പോയിൻമെൻറ്റ്, ദാറ്റ് ഇസ് പൊസസീവ് ഡിറ്റർമിനർ. നൗ let's move on to the next question. He was hit on dash head by a ball. He was hit on dash head by a ball. Option A, his. Option B, the. Option C, option D, no article. He was hit on dash head by. Option A ആണോ, B ആണോ, by a ball. Option A ആണോ, B ആണോ, C ആണോ, D ആണോ? He was hit on dash head by a ball. ഓക്കെ, അതൊരു യെസ്. ഓക്കെ, രണ്ടുപേര് അറ്റംപ്റ്റ് ചെയ്തു. വാട്ട് അബൌട്ട് ദി അതേഴ്സ്? ഓക്കെ, യെസ്, ദീപ്ത.
Supriya. Super sisters, okay. So I suppose there is a confusion between two. One is his and the other is the. Okay, there is a confusion between two options. His and the. Okay. So you need to choose. Okay, so one person has, okay. രണ്ട് ഓപ്ഷനും either this or that എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Okay, his or the. അപ്പോൾ ഏതാണ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. Which is a more appropriate അല്ലെങ്കിൽ most suitable option there. Okay, he was hit on his head by a ball എന്നാണോ, he was hit on the head by a ball എന്നാണോ? അവിടെ there you need to choose about which one sounds better അല്ലെങ്കിൽ which one sounds more ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഏതാണ് കൂടുതലും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. he was hit on dash head by a ball. his ആണോ the ആണോ? he was hit on. Now ഈ രണ്ട് ഓപ്ഷനിൽ I would choose the because that is more appropriate. He was hit on the head by a ball because in that statement you're trying to focus more on which part. Okay, ഏത് പാർട്ടിലാണ് ബോൾ വന്ന് ഇടിച്ച് എന്ന് കൂടുതലും പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത്. Okay, he was hit on which part of the body? So specifically the head. Okay, he was hit on the head by a ball. So that is the reason why you would choose the there, okay, rather than his. So I hope that is okay. He was hit on the head by a ball എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ appropriate because such a statement will be made കൂടുതലും mostly, okay, to tell about which part was affected. ഏത് പാർട്ടിനെയാണ് എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൂടുതലും പറയുന്നത്. Okay. Next, the Taj Mahal is one of the dash visited monuments in India. The Taj Mahal is one of the dash visited monuments in India. Much ആണോ most ആണോ? ഇവിടെ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. Much ആണോ most ആണോ? The Taj Mahal is one of the dash visited monuments in India. Is it much or most? Now this you should be able to answer. Very good. Yes. Yes. Okay, good. Yes, no doubt it is most. Okay, most visited monuments in India. അതിലെ reason പറയുകയാണെങ്കിൽ monuments is countable. Okay, അവിടെ countable എന്ന് വരുമ്പം superlative degree നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. Okay, you can use a superlative degree because you have a countable noun there. Okay, so most is the most correct option there. Most is the correct option there. Let's move on to the next question. So, a broad rule before we move on to the next question. When the structure is one of the plus most plus adjective plus plural noun. Okay, നമ്മുടെ previous question base ചെയ്താണ് ഈ ഒരു broad rule എഴുതിയേക്കുന്നത്. One of the most പിന്നെ അത് കഴിഞ്ഞിട്ട് adjective ആണ് plus plural noun monuments എന്നാണ് അവിടെ വന്നത്. Okay, now much എപ്പോഴാണ്? അപ്പോഴാണ് നമ്മൾ most യൂസ് ചെയ്യുന്നത്. ഇനി much എപ്പോഴാണ്? Much is never used as a superlative adjective before countable nouns. Okay, അപ്പോൾ അത് നോട്ട് ചെയ്തേരെ. Much is never used as a superlative adjective before countable nouns. Okay, so that is the reason why there it is most. അപ്പോൾ അവിടെ monuments എന്ന് പറയുന്ന countable noun ആണ്. Okay, so there you use most instead of much. Now, next question. Okay, the film was dash liked by the audience. The film was dash liked by the audience. The film was dash liked by the audience. Option A much ആണോ? Option B most ആണോ? The film was dash liked by the audience. Option A ആണോ? Option B ആണോ? Much ആണോ? Most ആണോ? അവിടെ വരേണ്ടത്. Which is the right answer? Okay, ഒരാൾ ആൻസർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. What about the others? The film was dash liked by the audience. Okay, very good. Yes.
Yes, okay. So ellarum okay, Deepta, yes. Joanna, okay. Option A, much എന്നാണ് പറയുന്നത്. Much. Okay, yes. And yes, the right answer is option A, much. Okay, the film was much liked by the audience. The film was much liked by the audience. ഇനി എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ audience എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Much here is an adverb. Okay, ഒരു ഡിഗ്രി ആണ്, not a determiner. ഇവിടെ much നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു ഡിഗ്രി ആയിട്ടാണ്. Which qualifies which one? Liked എന്നുള്ള ഒരു വാക്കിനെ. Okay, so it is degree or degree. Okay, it's an adverb, not a determiner. ഇവിടെ much use ചെയ്തേക്കുന്ന determiner ആയിട്ട് അല്ല. It modifies the past participle liked. Okay, liked എന്നുള്ള വാക്കിനെയാണ് modify ചെയ്യുന്നത്, not the noun. Okay, it modifies the past participle liked and not the noun. Okay, if ഫിലിമിനെയോ ഓഡിയൻസിനെയോ ഒന്നും അല്ല അത് മോഡിഫൈ ചെയ്യുന്നത്, ഇറ്റ് ഈസ് മോഡിഫൈങ് ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇറ്റ് ഈസ് മോഡിഫൈങ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈറ്റ്. അതുകൊണ്ടാണ് അവിടെ മച്ച് എന്ന് വരുന്നത്. സോ നോട്ട് ദാറ്റ് ഹിയർ മച്ച്. ഓക്കെ, ഇഫ് ഐ റൈറ്റ് മച്ച് ഹിയർ, മച്ച് മോഡിഫൈസ് ദിസ് ലൈറ്റ് ആൻഡ് നോട്ട് എനി ഓഫ് ദി nouns. ഓക്കെ, നൗൺസിനെ ഒന്നും അല്ല മോഡിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് called, that is why you can say that it is much there and not most. Now let's move on to the next question. I have dash friends in the city, so I don't feel lonely. I have dash friends in the city, so I don't feel lonely. Now this you need to fill on your own. ഏത് വാക്ക് വെച്ച്, or which determiner will you fill there? Okay, some questions I have left without options, so you can add your options. Which determiner will you fill there? I have dash friends in this city, so I don't feel lonely. ഏതിടും? ഓക്കെ, അവിടെ ഒരാൾ നോ എന്ന് തന്നിട്ടുണ്ട്. മെനി, സം, ഓൾ റൈറ്റ്. മെനി, മെനി. Yes, you can write both. I have some friends, or I have more than some. The better option would be I have a few friends in the city. Okay, I have a few friends in the city would be a better option there. Okay, I have a few friends in the city, and more than that, I have many friends in the city, so I don't feel lonely. Any no in the option tannavarodu, I have, see, look at the next part of the sentence. So I don't feel lonely. എനിക്ക് lonely ആയിട്ട് തോന്നാറില്ല. So it is more appropriate that he has friends. Okay, I have no friends ആണെങ്കിൽ there are chances that he'll feel lonely. അപ്പോൾ no എന്ന് അവിടെ വരത്തില്ല. കാരണം ഇതാണ്, because the rest of the sentence you need to note. He's not feeling lonely, so I don't feel lonely എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി few എന്ന ഓപ്ഷൻ തന്നവരോട് the best option is you can write I have a few friends എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. But if you say I have few friends, okay, note the point. Few, a few in തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് പറയാമോ? When you say few, okay, here many എന്ന് എഴുതാം. Okay, many എന്ന് എഴുതാം, no problem. Many എന്ന് പറഞ്ഞവരൊക്കെ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. I have many friends in this city, so I don't feel lonely. Yes, that option is correct. Now, few എന്ന് no എന്ന് പറഞ്ഞവരോട് ഞാൻ പറയാം അത് not appropriate at all. Okay, you cannot write no there because the rest of the sentence says that he is not feeling, so he doesn't feel lonely. Okay, I have lots of friends in the city. Yes, lots of is also okay, but here, yes, I have many friends in this city. That is okay. I have few എന്ന് തന്നവരുണ്ട്, അവരോട് ഞാൻ ചോദിക്കുകയാണ് ഈ ഫ്യൂവും a ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, നോട്ട് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ, അതല്ല അതിൻ്റെ വ്യത്യാസം, വേറൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഫ്യൂ ആൻഡ് എ ഫ്യൂ, വാട്ട് ഇസ് എ ഡിഫറൻസ്? സോ പ്ലീസ് നോട്ട് ഇറ്റ്. ഓക്കെ, കാരണം എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓപ്ഷനിൽ ഫ്യൂയും കാണും, എ ഫ്യൂയും കാണും. ഓക്കെ, സപ്പോസ് യു ഹാഡ് ഓപ്ഷൻസ്. ഓക്കെ, യു മേ ഹാവ് ഫ്യൂ ആൻഡ് യെസ്, വെരി ഗുഡ് സുപ്രിയ. സുപ്രിയ കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. A few is, but Supriya, there is a mistake there. I have a few friends in the city, so I don't feel lonely. A few is the positive one.
Okay, അത് നോട്ട് ചെയ്യുക. A few നെഗറ്റീവ് അല്ല, തിരിച്ചാണ്. A few is positive. A few. I have a few friends in the city, so I don't feel lonely. Few എന്ന് പറയുമ്പോൾ I have few friends in the city. Okay, എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ വിൽ ബി ലുക്കിംഗ് അറ്റ് ദ പോസിറ്റീവ് സൈഡ്. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് ഇൻ ദ സിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നതുകൊണ്ട് നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ യു ആർ ലുക്കിംഗ് അറ്റ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഹാവിങ് ഫ്യൂ. ഓക്കെ, കുറച്ചുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് എന്ന് പറയുന്ന മാതിരിയാണ്. ഓക്കെ, സോ വെരി ഗുഡ്. ഫ്യൂ മീൻസ് പോസിറ്റീവ്. സോ നോട്ട് ദാറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എഴുതുക. ഫ്യൂ എന്ന് പറയുമ്പം പോസിറ്റീവ് ആണ്. ഫ്യൂ എന്ന് പറയുമ്പം അതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുന്നതായിട്ടാണ്. ഓക്കെ, യു ആർ ലുക്കിംഗ് അറ്റ് ദി നെഗറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. സിമിലർലി വിത്ത് ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ. Okay, with little and a little, I have included questions based on that. We will look at it. അന്നേരം നിങ്ങൾ അപ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. All right. Yes. So we'll move to the next. He has dash friends and often feels isolated. He has dash friends and often feels isolated. Second one ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആൻസർ പറയാം. യെസ്, പെട്ടെന്നാവട്ടെ. നോ ഫ്രണ്ട്സ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് കുറച്ച് കൂടുതൽ കവർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാണ്. ഓക്കെ, ഹി ഹാസ് നോ ഫ്രണ്ട്സ് ആൻഡ് ഓഫൻ ഫീൽസ് ഐസൊലേറ്റഡ്. എഴുതാൻ പറ്റുമോ? നോ ഫ്രണ്ട്സ് എന്ന് എഴുതാവോ ഇവിടെ സെക്കൻഡ് സെന്റൻസിൽ? യെസ്, നോ ഫ്രണ്ട്സ് എന്ന് എഴുതാം ഇവിടെ. ഹി ഹാസ് നോ ഫ്രണ്ട്സ്. സോറി, ഇവിടെ നിങ്ങൾക്ക് നോ ഫ്രണ്ട്സ് എന്ന് എഴുതാം. ഹി ഹാസ് നോ ഫ്രണ്ട്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ he has few friends എന്ന് എഴുതാം. no friends, few friends എന്നൊക്കെ എഴുതാം. look at the next one. there is dash milk left in the fridge. we can make tea. okay, ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? okay, I suppose super sisters gave the answer for the next previous question അല്ലേ? okay, so that's right. now next move on to the next question. ഇതിനാണോ ആൻസർ തന്നെ? there is dash milk left in the fridge. we can make tea. there is dash milk left in the fridge. okay, Johanna has given a few. he has very few friends. yes, good, that is correct. there is enough milk left in the fridge. yes, that's also right. yes, yes, enough is also okay, correct there. very few milk in the fridge. few milk is not countable. few എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന mostly for countable. friends you can count, right? friends നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അവിടെ few എന്നൊക്കെ പറയുന്നത്. മിൽക്ക് കൗണ്ടബിൾ അല്ല, അപ്പം നമ്മൾ ഫ്യൂ യൂസ് ചെയ്യത്തില്ല. യെസ് ജോഹാന, ഇനഫ് ഇസ് ഓക്കെ. യെസ്, കറക്റ്റ്. ഫ്യൂ ഓർ വെരി ഫ്യൂ. നോട്ട് വിത്ത് റിഗാർഡ് ടു മിൽക്ക്. ഓക്കെ, നിവാസ്, ഇറ്റ്സ് നോട്ട് വിത്ത് റിഗാർഡ് ടു മിൽക്ക്. വിത്ത് മിൽക്ക് ഇസ് അൺകൗണ്ടബിൾ, സോ യു കനോട്ട് യൂസ് ഫ്യൂ ദർ. ഓൾ റൈറ്റ്, വെരി ഗുഡ് ജെൻസി. യെസ്, ദർ ഇസ് എ ലിറ്റിൽ മിൽക്ക്. അപ്പോൾ എ ലിറ്റിൽ എന്ന് പറയുമ്പം പോസിറ്റീവ് ആണ്. ഓക്കെ, ദർ ഇസ് എ ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്, സോ വി ക്യാൻ മേക്ക് ടീ. നമുക്ക് ടീ, ചായ ഉണ്ടാക്കാം. ഓക്കെ, ഇച്ചിരി പാലിരിപ്പുണ്ട്. ഓക്കെ, otherwise if you are taking it in the negative way, there is little milk left in the fridge, so I cannot make tea. yes, enough is correct. yes, good, good, good enough. all right, appam with that we move on to the next question. all right, so I hope you understood the difference. there is dash milk left in the fridge. we must buy more. ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? there is, here we must buy more, so mostly it will be the negative side. okay, ഇവിടെ enough പറ്റത്തില്ല. മറ്റേ yes, for the previous question you are right, it's enough. but here there is dash milk left in the fridge. we must buy more, so there the option will be little. okay, there is a little അല്ല, there is little milk left in the fridge. നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ വാങ്ങിച്ചാലേ പറ്റൂ. so that is more of a negative side of it. so now the dash weight allowed per passenger is a restriction on. okay, this is a question which is a homework. നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തു വെക്കാം. okay, അതിന് നിങ്ങൾക്ക് പിന്നീട് കമന്റ്സിൽ ഇടാം. all right, just take a note, make a note of this question. is little the answer for this question? anyway, it's not appropriate there, but anyway, make a note of this question. okay, and then you can send in answers through the comment box later. We will move on to modal verbs. okay, we will move on to modal verbs. so modal verbs endana? they express attitude. endu thara attitude? ability, permission,
obligation, advice, possibility, certainty, etc. Okay, ഇതെല്ലാം കാണിക്കുന്നതാണ് മോഡൽ വേർബ്സ്. ഏതൊക്കെയാ മോഡൽ വേർബ്സ് എന്ന് അറിയാമോ? ഏതൊക്കെയാ മോഡൽ വേർബ്സ്? ഏതെങ്കിലും 2 എക്സാമ്പിൾ പറയോ? മേ, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, ഇതൊക്കെയാണ് മോഡൽ വേർബ്സ്. ഓക്കെ, ജോഹാന അതിനുള്ള ആൻസർ തന്നു. എന്തായാലും നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, വിൽ ലുക്ക് at the end of the class. Johanna, whether that you attempted for the previous question, I suppose. അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ ആൻസർ തന്നേ? ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേരെ. പിന്നെ മോഡൽ വേർബ്സ് ഇതൊക്കെയാണ്. അബിലിറ്റി, പെർമിഷൻ. ഓക്കെ, അബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനും പെർമിഷൻ ചോദിക്കാനും ഒബ്ലിഗേഷൻ. ഓക്കെ, വാട്ട് യു ആർ ഫോഴ്സ്ഡ് ടു ഡു. Okay, all right. Okay, Nivas has given the answer. Okay, fine. Now we'll move on. അല്ലെങ്കിൽ തീരത്തില്ല, കാരണം കുറച്ച് അധികം ഉണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. സോ പോസിബിലിറ്റി, സർട്ടനിറ്റി. ഇനി ഇതിൻ്റെ ഫോം മാറത്തില്ല. ഓക്കെ, സോ ഈ മോഡൽ വേർബ്സ് എന്ന് വിളിക്കുന്നത് they are auxiliary verbs. Okay, they are kind of auxiliary verbs. Yes, okay, thank you, Joanna. They are kind of auxiliary verbs, but they do not change their form. Okay, and they are followed by bare infinitive എന്ന് വെച്ചാൽ അതൊന്നും ഓർത്ത് നിങ്ങൾ കഷ്ടപ്പെടേണ്ട. They are followed by base form of the verb. Okay, V1, V2, V3 ഒക്കെ അറിയാവുന്നതല്ലേ? ബേസ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും എപ്പോഴും അവരുടെ കൂടെ. ഓക്കെ, ജിജി എന്താണ് ഡൗട്ട്? ഇതാണോ ഡൗട്ട് അതോ പ്രീവിയസ് ആണോ ഡൗട്ട്? ഓക്കെ, എന്തായാലും ഡൗട്ട് വരുന്നവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ദേ ഡു നോട്ട് ചേഞ്ച് ഫോം. ഒരു ഫോം മാറത്തില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന വേർബിൻ്റെ ഫോമും അതേപോലെയാണ്. ഓക്കെ, ഇപ്പോൾ വേർബ് ക്രൈ ആണെങ്കിൽ ക്രൈ തന്നെയാണ്. ഓക്കെ, ക്രൈസ് ആവത്തില്ല, ക്രൈങ് ആവത്തില്ല, വേറൊന്നും ആവത്തില്ല. ഓൾ റൈറ്റ്, അപ്പം വിൽ മൂവ് ഓൺ ടു ദ ലിസ്റ്റ് ഓഫ് മോഡൽസ്. ഓക്കെ, മെയിൻ മോഡൽസ് ഏതൊക്കെയാണ്? ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ്, മസ്റ്റ്, ഷാൽ, ഷുഡ്, ഓട്ട് ടു, വിൽ, വുഡ്, നീഡ്, ഡെയർ. അപ്പോൾ ഇനിയുള്ള ഇതിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ആൻഡ് യു നീഡ് ടു നോ വാട്ട് ദി പേർപ്പസ് ഓഫ് ഈച്ചസ്. ക്യാൻ എന്നുള്ള ഒരു മോഡൽ വേർബ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ക്യാൻ എന്നുള്ള മോഡൽ വേർബ് എന്തിനൊക്കെയാണ്? ഓക്കെ, ഷഹാന. ഓക്കെ, ബിക്കോസ് ഐ ഡി നോട്ട് നോ യുവർ നെയിം, ദാറ്റ്സ് വൈ ഐ കോൾഡ് യു ബൈ ദ നെയിം ദാറ്റ് ഇസ് ഡിസ്പ്ലേഡ് ദെയർ. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ നെയിം. യു ഹാവ് എ നൈസ് നെയിം. അപ്പം ഇത് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ഇതെല്ലാം എന്ത് പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അത് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ക്യാന് 2 പേർപ്പസിന് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ക്യാൻ ഇസ് ടു ഷോ അബിലിറ്റി. ഓക്കെ, ഐ ക്യാൻ റൺ ഫാസ്റ്റർ ദാൻ യു, അല്ലെങ്കിൽ ഐ ക്യാൻ walk, or I can go for or I can swim. Okay, I can swim. അപ്പോൾ അത് പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഫോർ ആസ്കിങ് പെർമിഷൻ സംടൈംസ്. ഓക്കെ, ഇറ്റ്സ് യൂസ്ഡ് ഫോർ ആസ്കിങ് പെർമിഷൻ ഓർ ഓൾസോ സംടൈംസ് ഫോർ റിക്വസ്റ്റ്. കുഡ് ഓൾസോ സിമിലർ വേ. അപ്പോൾ ഇതെല്ലാത്തിനും പല യൂസ് ഉണ്ട്. ഓക്കെ, യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് യു സോൾവ് ക്വസ്റ്റ്യൻസ് ബെറ്റർ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഹീ സ്പോക്ക് വിത്ത് എ ഹെവി ആക്സെൻറ്റ്. ഹീ ഡാഷ് ബി ഫ്രം ദിസ് റീജിയൻ. ഓക്കെ, ഹീ സ്പോക്ക് വിത്ത് എ ഹെവി ആക്സെൻറ്റ്. ഹീ ഡാഷ് ബി ഫ്രം ദിസ് റീജിയൻ. ഓക്കെ, ഓപ്ഷൻസ് ആണ് മസ്റ്റ്, ഓപ്ഷൻ ബി കാൺട്ട്, ഓപ്ഷൻ സി കുഡ്, ഓപ്ഷൻ ഡി ഷുഡ്. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഇത് എല്ലാ മൊഡാൽസും പല പേർപ്പസിന് യൂസ് ചെയ്യും. ഓക്കെ, അന്ന് നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഗെസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ഹീ സ്പോക്ക് വിത്ത് എ ഹെവി ആക്സെൻറ്റ്. ഓക്കെ, ഒരാളെ കണ്ടിട്ട് ഒരു ഹെവിലി ആക്സെൻറ്റഡ് ആണ്. ഓക്കെ, ഹെവിലി ആക്സെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പുള്ളിയുടെ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നന്നായ ഒരു മലയാളത്തിൻ്റെ ഇൻഫ്ലെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കന്നഡയുടെ ഇൻഫ്ലെക്ഷൻ ഉണ്ട്. ഓക്കെ, ഡസൻ സീം ടു ബി എ നേറ്റീവ് സ്പീക്കർ ഓഫ് English. He seems to be from, he dash be from this region. Okay, so there is an, okay, അപ്പം ഇവിടെ കാൺട്ട് എന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കാൺട്ട് ആവാൻ സാധ്യതയില്ല. ഓക്കെ, ബിക്കോസ് ഹിയർ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു സ്പെക്യുലേഷൻ ആണ് നടത്തുന്നത്. ഓക്കെ, ഒരു സ്പെക്യുലേഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ഒത്തിരി പേര് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, മസ്റ്റ് എന്ന് ഉള്ള ആൻസർ ഒത്തിരി പേര് തന്നിട്ടുണ്ട്. മസ്റ്റ് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ മസ്റ്റ് കൂടുതലും നിങ്ങൾക്ക് സ്പെക്യുലേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, യു കനോട്ട് യൂസ് ഇറ്റ് ആസ് എ
സ്പെക്യുലേഷൻ. കൂടുതലും മസ്റ്റ് നമ്മൾ ഒരു ഉറപ്പായിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ ഹി സ്പോക്ക് വിത്ത് ഹെവി ആക്സെന്റ്, ഹി ഡാഷ് ഫ്രം ദിസ് റീജിയൻ. ഹി കുഡ് ബി എന്നുള്ള ആൻസർ ആണ് കറക്റ്റ്. കാണ്ട് വരത്തില്ല, ഷുഡും വരത്തില്ല. കാരണം ഷുഡ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പിച്ച് പറയാണ്. ബട്ട് യു ആർ നോട്ട് ഷുവർ, യു ആർ ജസ്റ്റ് സ്പെക്യുലേറ്റിംഗ് ബേസ്ഡ് ഓൺ ഹിസ് heavy accent. Okay, heavy, yes, he could be from this region, he may be from this region is also okay, but may is not there in the options. Appo correct option will be could. Okay, കാരണം എന്താണ്? Must ഇവിടെ could is used for speculating. Okay, so it's used for speculating. He could be from this region. ഈ region നിന്ന് ആയേക്കാം. ഓക്കെ, മസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്നാ എന്ന് നമ്മൾ ഉറപ്പിച്ച് അല്ലെങ്കിൽ 99% അല്ലെങ്കിൽ 100% ഷുവർ ആണെന്നുള്ള മട്ടിലാണ് ഈ മസ്റ്റും കുഡും വരുന്നത്. കാണ്ട് എന്നുള്ള ഓപ്ഷൻ എന്തായാലും ഇവിടെ പറ്റത്തില്ല. ഹി സ്പോക്ക് വിത്ത് എ ഹെവി ആക്സെന്റ്, ഹി കാണ്ട് ബി ഫ്രം ദിസ് റീജിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി ഹിയർ ഇറ്റ് ഇസ് സ്പെസിഫിക്കലി അബൌട്ട് എ പ്ലേസ്. ഓക്കെ, അപ്പം അതാണ് ആ ക്വസ്റ്റ്യൻ. നൗ നെക്സ്റ്റ് വൺ, you dash follow the traffic rules to avoid accidents. You dash follow the traffic rules to avoid accidents. അപ്പോൾ ഓപ്ഷൻ എ could, ഓപ്ഷൻ ബി might, ഓപ്ഷൻ സി must, ഓപ്ഷൻ ഡി may. You dash follow the traffic rules to avoid accidents. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ could ആണോ, ഓപ്ഷൻ ബി might ആണോ, ഓപ്ഷൻ സി must ആണോ, ഓപ്ഷൻ ഡി may ആണോ? യെസ്, അപ്പോൾ ഇത് വിത്തൗട്ട് ഡൗട്ട് എല്ലാവരും ആൻസർ തരുന്നുണ്ട്. പക്ഷേ ഒരു ഓക്കെ, ഷഹാന മാത്രം ബി തന്നു. ബി എന്തുകൊണ്ട് തന്നു എന്ന് പറയാവോ? യെസ്, ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതലൊരു താക്കീത് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ടാണ് പറയുന്നത്. യു മസ്റ്റ് ഫോളോ ദ ട്രാഫിക് റൂൾസ്. നിങ്ങൾ എന്തായാലും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. വൈ? ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. യു മസ്റ്റ് ഫോളോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചാൻസിന് നമ്മൾ ആരെയും വിടത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു തമാശ പോലും നമ്മൾ അങ്ങനെ പറയത്തില്ല. ദർ ഇസ് നോ സ്പെക്യുലേഷൻ ഓർ എനിത്തിങ് എസ് സച്ച്. സോ യെസ്, മെജോറിറ്റി തന്ന ആൻസർ ആണ് കറക്റ്റ്, വിച്ച് ഇസ് മസ്റ്റ്. യെസ്, സഹന ഓക്കെ, യെസ് ഇറ്റ്സ് മസ്റ്റ്. കാരണം this is like a warning or you're telling you must follow. It's like an order. You must follow traffic rules. adilo vere option illa. Okay, so the correct answer is must. Yes, so the next question, we dash leave early today as the meeting has been cancelled. Okay, we dash leave early today as the meeting has been cancelled. ini idinte options ichira confusing aanu, but just be sure. allengi ഒരു കാര്യം പറയാണ്, വി ഡാഷ് ലീവ് ഏർലി ടുഡേ ആസ് എ മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അപ്പോൾ മീറ്റിംഗ് ക്യാൻസലായി, അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കാം എന്നാണ്. ക്യാൻ വി യൂസ് ഷുഡ് ഓർ ഓട്ട് ടു? യെസ്, ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ ഫോർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യന് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, ഷുഡ് ഓർ ഓട്ട് ടു. ഓക്കെ, ഇവിടെ അപ്പം മീറ്റിംഗ് ക്യാൻസലായി, അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യും? ഓപ്ഷൻ എ മസ്റ്റ് ആണോ, ഓപ്ഷൻ ബി നീഡ് നോട്ട് ആണോ, ഓപ്ഷൻ ബി ഷുഡ് ആണോ, ഓപ്ഷൻ ഡി ഓട്ട് ആണോ? ഓക്കെ, കുറച്ച് പേര് ഷുഡ് തന്നിട്ടുണ്ട്, കുറച്ച് പേര് ഓട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഓട്ട് എന്ന് വരുമ്പം ഓട്ട് ടു എന്ന് അവിടെ വന്നാലേ ആ സെൻറ്റൻസ് ശരിയാവത്തുള്ളൂ. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ, യെസ്, വാട്ട് അബൌട്ട് ദി അതേഴ്സ്? യെസ്, അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം ഹിൻറ്റ് ചെയ്തു. ആ സെൻറ്റൻസ് നിങ്ങൾ മൊത്തത്തിൽ വായിക്കണം. ഓക്കെ, അതിന് ഇൻറ്റൻഷനൊക്കെ നിങ്ങളൊന്ന് അറിയണം. വി ഡാഷ് ലീവ് ഏർലി ടുഡേ ആസ് എ മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽ. മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു, അപ്പോൾ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടോ? യെസ് ദീപ്ത. ഓക്കെ, അവിടെ ഒരു ഒബ്ലിഗേഷൻ നിങ്ങൾക്കില്ല, കാരണം മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട്. അപ്പം മസ്റ്റ് ലീവ് ഏർലി ടുഡേ എന്ന് പറയാൻ കാര്യം ഇല്ല. ഓക്കെ, but the sentence is a little confusing, I understand. but കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഓരോ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, കാരണം മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പം നീഡ് നോട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് ദീപ്ത ആൻഡ് ഷഹാന. ഓക്കെ, രണ്ടുപേരും കറക്റ്റായിട്ട് ആൻസർ തന്നു. സോ ചൂസ് എ മോർ റിലാക്സ്ഡ് ഓപ്ഷൻ ബിക്കോസ് മീറ്റിംഗ് ഹാസ് ബീൻ ക്യാൻസൽ. സോ വി നീഡ് നോട്ട് ലീവ് ഏർലി ടുഡേ എന്നാണ് ആ ഒരു. ബാക്കി എല്ലാ ഒബ്ലിഗേഷൻ ആണ്. ഓട്ട്, ഷുഡ്, മസ്റ്റ്. ഓക്കെ, ദേ ആർ ഓൾ obligation. Here the statement mostly signals
no obligation എന്നുള്ള ഒരു ഐഡിയ ആണ്. Now, each sentence has an error. നീ കുറച്ച് വരുന്ന കുറച്ച് series of sentences ആണ് which have errors. So you need to choose the or identify the error. Error എന്തുവാന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം and correct it. Okay, അപ്പോൾ ആദ്യത്തെ സെന്റൻസ് ഉണ്ടോ? May you help me with this bag? May you help me with this bag? ഇവിടെ എവിടാണ് error? Which word has the error and how will you correct it? Okay. Okay, can or could. Okay. Okay. അപ്പം നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കണേ, കറക്റ്റ് ആണോ അല്ലയോ എന്ന്. Okay. May or may should be can. Okay, all right. Yes. Appam there it can be may is not correct. എന്തുകൊണ്ടാ? May is often used to ask permission. May എന്നുള്ള ഒരു വാക്ക് എപ്പോഴും നമ്മൾ പെർമിഷൻ ആണ് ചോദിക്കുന്നത്. Okay, may I come in? Okay, permission. ഇവിടെ request ആണ്. Okay, it's often asked for permission. Here the sentence is a request. Okay, it is a request. So അവിടെ instead of may either you can you help me with this bag? Okay, more than could avade would aanu better. Okay, will you help me with this bag? Okay, will you help me with this bag is also okay, but more of a request alle adu. Appo request ne koodalum better aayittu varune will ne kaattalum would aanu. Okay, more than will it will be would you help me with this bag? Okay, could you help me with this bag is also okay, but better than that is can you help me with this bag? Like could you please help me with this bag? It's also fine. But will ne kaattalum better avade would aanu. Okay, would you help me with this bag? Allengi could you please could you help me with this bag? So that is the correct option there. So you must to finish your homework today. You must to finish your homework today. Ivide endana error? എന്താണ് ഇവിടെ എറർ? പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. What is the error here? What is the error here? You must to finish your homework today. നിങ്ങൾക്ക് ഒരു എററും കാണുന്നില്ല? ഞാൻ പറയട്ടെ ആൻസർ. മസ്റ്റിന് കുഴപ്പമുണ്ടോ? ആ, വേറെ എവിടെയാണ് എറർ? ഈ ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ടു ഓൾസോ ടീച്ച് യു ദ റൂൾസ്. ഓക്കെ, ആ യെസ്, വെരി ഗുഡ് ദീപ്ത. ഓക്കെ, ഇവിടെ മസ്റ്റ് കഴിഞ്ഞ് ടു ഒരിക്കലും വരത്തില്ല. ഓക്കെ, ദാറ്റ് ഇസ് വൺ മേജർ റൂൾ. ഓക്കെ, ആഫ്റ്റർ മോഡൽ വെർബ്സ് യു ഡോണ്ട് ആഡ് ടു. ഓക്കെ, സോ it should be you must finish your homework today. 2 enna varathilla. Okay, error is in 2. Okay, you need to delete the word 2. Okay, correction must to ennalla, correction is in the word 2. Okay, the 2 needs to be deleted there. Okay, must nu parnavarokke uddeshichu aa 2 delete cheyanonnano? adu enikku athra clear aayilla. Error must nalla, you must finish your homework today ennu parayunnadil tettilla, but the addition of 2 with must is an error. All right, so let's move on to the next question. She can sings very beautifully. She can sings very beautifully. എവിടാണ് error? എവിടാണ് error? She can sings very beautifully. Okay, ആ question കഴിഞ്ഞു. Error 2 ല. Okay, the next one. She can sings very beautifully. ഇവിടെ എവിടാണ് error? യെസ്, വെരി ഗുഡ് ജെൻസി. സിങ്സ് എന്നുള്ള വാക്കാണ്. ഈ മോഡൽ കഴിഞ്ഞിട്ട് മോഡൽ വേർബ്സ് കഴിഞ്ഞിട്ട് വരുന്ന വേർബ്സിന്റെ ഫോം എപ്പോഴും
V1 ആയിരിക്കും. ഓക്കെ, മോഡൽ വേർബ്സ് കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും V1 ആയിരിക്കും. സിങ്സ് എന്ന് വരത്തില്ല. ഇറ്റ് ഷുഡ് ബി സിങ്. ഓക്കെ, സിംഗുലറോ പ്ലൂറലോ ആവത്തില്ല. ഇറ്റ് വിൽ ബി ജസ്റ്റ് ബേസ് ഫോം. ഓക്കെ, യെസ്, വെരി ഗുഡ്. മസ്റ്റ് പ്ലസ് ബേസ് വേർബ് റൂൾ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം അതാണ് ആ ക്വസ്റ്റ്യൻ്റെ സീക്രട്ട്. മേ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ബാഗ്? ഇത് നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ്, സോ ജസ്റ്റ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇറ്റ്സ് എ ഹോംവർക്ക് ഫോർ യു. മേ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, മേ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ബാഗ്. അത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. യെസ്, ആൻഡ് ദെൻ ജസ്റ്റ് ചെക്ക് വാട്ട് യു നീഡ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത്. ഓൾ റൈറ്റ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്യാൻ ആഡ് ടു യുവർ ക്വസ്റ്റ്യൻ പൂൾ. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ സബ്ജക്ട് വേർബ് കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. അപ്പോൾ എന്താണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്? സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്താണ്? സിംഗുലർ സബ്ജക്ട് ടേക്സ് സിംഗുലർ verbs, plural subject takes plural verbs. Okay, so addition of s or es ആണ് singular verbs. Okay, deletion of s es ഒന്നും ഇല്ലാതാണ് plural verbs. Okay, അതപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. So that is subject verb agreement. അതിലെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. Some tricky sides of it. Okay, tricky sides of it. Neither of the two answers dash correct. Neither of the two answers dash correct. Are ആണോ, were ആണോ, is ആണോ, have been ആണോ? Have been ആണോ, is ആണോ, were ആണോ, are ആണോ? Neither of the two answers dash correct. അവിടെ singular auxiliary verb ആണോ, plural auxiliary verb ആണോ വരുന്നത്? Okay, Jency answer തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരോ? Jency has attempted. What about the others? Deepta, yes. Okay. Okay. Yes. So here, ഇവിടുത്തെ ആൻസർ ആർ അല്ല, വേറും അല്ല, ഇസ് ആണ്. ഹാവ് ബീൻ എന്തായാലും അല്ല. neither of the two answers is correct എന്നാണ്. ഓക്കെ, കാരണം when you say neither of എന്ന് പറയുമ്പം യു ആർ സിംഗ്ലിംഗ് ഔട്ട്. ഓക്കെ, ഒന്നിലധികം അല്ലെങ്കിൽ രണ്ട് ആൻസേഴ്സ് അവിടെ ഉണ്ട്. neither of എന്ന് പറയുമ്പം യു ആർ സിംഗ്ലിംഗ് ഔട്ട് ഓർ കൺസിഡറിങ് ഇറ്റ് ആസ് സിംഗിൾ അല്ലെങ്കിൽ സിംഗുലർ. ഓക്കെ, സിംഗുലർ ആയിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ട് neither എന്ന് പറയുമ്പം സിംഗുലർ ആണ്. ഓക്കെ, സോ ഇസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതുപോലുള്ള ടിപ്സിനൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1-to-1 ട്യൂഷനോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് CC+ൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്, അപ്പം ഇവിടെ വരുന്നത് neither of the two answers is correct. ഓക്കെ, is correct എന്നാണ്. കാരണം neither of എന്ന് പറയുമ്പോൾ യു സ്പ്ലിറ്റിംഗ് ഇറ്റ്. ഓക്കെ, നമ്മൾ അതിനെ ഇൻഡിവിജ്വലി ആണ് എടുക്കേണ്ടത്. സോ മേക്ക് ദാറ്റ് നോട്ട്. neither of, either of എന്നൊക്കെ വരുമ്പോൾ സിംഗുലർ വേർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് സിംഗുലർ. ഓക്കെ, neither of, either of. Now, next question. A number of students dash absent today. A number of students dash absent today. neither എന്ന് വെച്ചാൽ ഇതിലെ ഒന്നുമല്ല. either എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അങ്ങനെയാണ്. neither of them, ഇതിലെ ഒന്നും അല്ല, മറ്റേത് ഇതിലെ ഏതെങ്കിലും ഒന്ന് എന്ന് ഉദ്ദേശിച്ചാണ്. ഓൾ റൈറ്റ്, അത് ക്ലിയർ ആയോ? A number of students is ആണോ ആർ ആണോ? ഓക്കെ, ഇസും ആറും തമ്മിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ a number of students എന്ന് പറയുമ്പം പ്ലൂറൽ ആണ്. ഓക്കെ, വരുവാണെങ്കിൽ പോലും അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എന്ന വാക്ക് വരുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, ഇസ്ന്ന് എഴുതരുത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആണ്. ഓക്കെ, ഒരു ഒന്നിലധികം പേരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആറാണ് വരുന്നത്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഇസ് ആർ. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് ടുഡേ. Now next one. The number of students absent today dash alarming. The number of students absent today. ഇത് അതിൻ്റെ ഒരു വേറെ വേർഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് രണ്ട് ക്വസ്റ്റ്യൻസും ജക്സ്റ്റപ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. The number of students absent today dash alarming.
അവിടെ സിംഗുലർ ആണോ, ആറാണോ വരുന്നത്, വേർ ആണോ വരുന്നത്, ഹാവ് ബീൻ ആണോ, ഇസ് ആണോ? പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ ആൻസേഴ്സ്. യെസ്, അവിടെ ഇസ് ആണോ, ആറാണോ? അറ്റംപ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇന്നത് ഞാൻ മിസ്റ്റേക്ക് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തായിരുന്നു. ചിലപ്പോൾ ഇപ്പം തെറ്റിക്കുന്നവരായിരിക്കും പിന്നെ കറക്റ്റ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആബ്സെൻറ്റ് ടുഡേ ഹാവ് ബീൻ അലാമിങ്. നോ, അവിടെ ഹാവ് ബീൻ വരത്തില്ല. ഓക്കെ, ടെൻസസ് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അവിടെ ഹാവ് ബീൻ അല്ല. ഓക്കെ, ഒരാൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പം എന്തായാലും ഒരാൾ തന്ന ആൻസർ കറക്റ്റ് ആണ്. ഇവിടെ വരുന്നത് ഇസ് ആണ്. ഓക്കെ, സിംഗുലർ ആണ്, സിംഗുലർ ഇസ് ആണ്. ഓക്കെ, ആറ് വരത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന ദ നമ്പർ. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, ആ നമ്പർ അലാമിങ് ആണെന്നാണ് പറയുന്നത്. മേ ബി ആ നമ്പർ 34 ആയിരിക്കാം, 35 ആയിരിക്കാം, 36 ആയിരിക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ യു ആർ റെഫറിങ് ടു ദ നമ്പർ വിച്ച് ഇസ് സിംഗുലർ. ഓക്കെ, ദ നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റ സംഖ്യ, അല്ലെങ്കിൽ ആ സംഖ്യ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് സിംഗുലർ ആണ്. ദാറ്റ്സ് വൈ ഹിയർ ദി ആൻസർ ഇസ് ഇസ്. ഓക്കെ, ഇവിടെ ഇസ് എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഓക്കെ, ഇസ് എന്നുള്ള ആൻസർ ആയിരിക്കും അവിടെ കറക്റ്റ് വരുന്നത്, ബിക്കോസ് ഇറ്റ്സ് റെഫറിങ് ടു ദ നമ്പർ. ഓക്കെ, ആ നമ്പർ ഇസ് സിംഗുലർ. അത് എത്ര നമ്പർ ആയിക്കോട്ടെ, യു ആർ റെഫറിങ് ടു ദ നമ്പർ. ഓക്കെ, ദ നമ്പർ. സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് awarded a certificate. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് awarded a certificate. അവിടെ ആറാണോ, വേർ ആണോ, ഹാവ് ബീൻ ആണോ, വാസ് ആണോ? യെസ്, പെട്ടെന്ന്. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് awarded a certificate. Each of the players dash awarded a certificate. ആറാണോ, വേർ ആണോ, വാസ് ആണോ? നമുക്ക് ഹാവ് ബീൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, അവിടെ ഒരു ഡൗട്ടാണ് വാസ് ഓർ ആർ ആണോ എന്ന്. അതിലൊരു തീരുമാനം വരുത്തൂ. യെസ്, ഓക്കെ, so the correct answer was ആണ്. Okay, the right answer is option D, which is was. കാരണം എന്താന്ന് വെച്ചാൽ when you are saying again each of, okay, each of you're individually you're separating the players. Okay, അവരെ individual ആയിട്ട് each of them. Okay, each was given. അപ്പോൾ അവിടെ was ആണ് correct answer. Singular ആണ് അവിടെ. അപ്പോൾ subject, അപ്പോൾ singular verb ആണ്. All right, so നമ്മൾ സമയം 6 മണിയായി കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇതുപോലുള്ള ടിക്സും ട്രിപ്സിനുമായിട്ട് നമുക്ക് CC+ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സോ എന്തായാലും ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പം കൂടുതൽ 1-to-1 ട്യൂഷനായിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും CC+ൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വൈ ആർ ഇസ് നോട്ട് യൂസ്ഡ്. ആർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി സിംഗുലർ ആണ്. ഓക്കെ, ഈച്ച് ഓഫ് എന്ന് പറയുമ്പം സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആക്കുക. അവിടെ ഈച്ച് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ദ സബ്ജക്റ്റ് വിൽ ബി സിംഗുലർ. സോ ദ വേർബ് ഷുഡ് ബി സിംഗുലർ. അപ്പോൾ അവിടെ ആർ എന്തായാലും വരത്തില്ല. പിന്നെ ഒന്നാമതേ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലായിരുന്നു. സോ അവിടെ വാസ് ആണ് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.